السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ജമാഅത്ത് നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട ഏതാനും ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചിരുന്നത്. പള്ളിയിലെത്തിയാൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒന്നാമതായിട്ട്, പള്ളിയിലെത്തുമ്പോൾ ആളുകൾ ഇരിക്കുന്നവരുടെ ചുമലുകൾ ചാടി കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ആളുകൾ സഫിലിരിക്കുമ്പോൾ അവരുടെ ചുമലുകൾ ചാടി കിടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ്. ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരാള് വന്ന് ആളുകളുടെ പെരടികൾ ഇങ്ങനെ ചാടി ചാടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബ് ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലിസ് ഫഖദ് ആദൈത വ ആനൈത. ആ ചാടി കടന്നു വരുന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടെ ഇരിക്കുക. ഫഖദ് ആദൈത, നീ വല്ലാതെ ദ്രോഹിച്ചു ജനങ്ങളെ. അതേപോലെ തന്നെ ആനൈത, നീ താമസിച്ചിട്ടാണ് വന്നത്. ഹിന്ദി വന്നിട്ട് പിന്നെ മുന്നിലിരിക്കണം എന്ന് ആഗ്രഹിച്ച് ആളുകളൊക്കെ ദ്രോഹിച്ച് ചാടിക്കടന്ന് അവരൊക്കെ ശല്യം ചെയ്ത് മുന്നിൽ വരികയാണ്. അതുകൊണ്ട് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഈ ഹദീസില് അതിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാൾ നമ്മൾ മാറ്റിയിട്ടാണ് പോകുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുമില്ല. പക്ഷെ അത്ര പോലും ഒരാൾക്ക് എന്ത് ചെയ്യരുത്, അസൗകര്യം ഉണ്ടാക്കരുത് എന്നാണ്. ആദ്യം വരുന്ന ആളുകൾ എന്ത് ചെയ്യണം, അതിന് മുന്നിൽ സഫുകൾ കയറിയിരിക്കണം. വരുന്ന ആളുകൾക്ക് തടസ്സമില്ലാത്ത രീതിയിലായിരിക്കണം ഇരിക്കേണ്ടതെന്നാണ് ഇതെന്ന് വേറൊന്ന് മനസ്സിലാക്കണം. അപ്പൊ സഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ ആളുകൾക്ക് മുന്നിൽ ഒഴിവുണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ള വഴി ഒരുക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കയറിയിരുന്ന് മുന്നിൽ ഏറ്റവും ഇമാമിന്റെ പിന്നിലിരിക്കലാണല്ലോ ഏറ്റവും ഉത്തമമായത്. നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഇമാമിന്റെ ഏറ്റവും ബാക്കിൽ ഒന്നാമത്തെ സഫിലാണ് മഹത്തുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഹദീസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്പരം അടുത്തിരിക്കുന്ന ആളുകൾ, ചിലപ്പോ രണ്ടാള് അടുത്തിരിക്കുന്നുണ്ട്, അപ്പൊ അയാളെ മാറ്റിയിട്ട് അതിന്റെ ഇടയിൽ പോയിട്ട് ഇരിക്കാൻ പാടില്ല. അത് പൊതുവെ ഉള്ളൊരു മര്യാദയാണ്. പള്ളിയിൽ നിന്നല്ല, പൊതുവെ എല്ലായിടത്തും പാലിക്കേണ്ട മര്യാദകളാണ് ഇതൊക്കെ. രണ്ടാളുകൾ ഇരിക്കുമ്പോൾ അവരെ വേർതിരിച്ചിട്ട് അതിന്റെ ഇടയിൽ പോയിരിക്കുക. അതേപോലെ തന്നെ ആളുകളുടെ ഇടയിൽ കൂടി ചാടി കടന്നു പോവുക. അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇത് ഫലാ യുഫർരിഖ് ബൈന ഇസ്നൈൻ, രണ്ടാളുകൾക്കിടയിൽ നിങ്ങൾ വേർപിരിക്കരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിസ്കരിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ നടക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, മുന്നിലൂടെ നടക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുൽ മാറു മാ ബൈന യദയിൽ മുസല്ലി മാദാ അലൈഹി, നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടക്കുന്നവനുള്ള കുറ്റം എന്താണെന്ന് അവൻ അറിയായിരുന്നെങ്കിൽ ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി, ഇയാളുടെ മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ അയാൾക്ക് 40 ദിവസമാണോ നബി പറഞ്ഞത്, അതോ 40 മാസമാണോ 40 വർഷമാണോ എന്നുള്ളതിൽ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, സംശയമുണ്ട്. അപ്പൊ 40 വർഷം തന്നെ കരുതുക, അത്രയും നിൽക്കുമായിരുന്നു. മുന്നിലൂടെ നടക്കുന്നതിന്റെ കുറ്റം എന്താണെന്ന് അറിയുകയാണെങ്കിൽ നടക്കാതെ 40 വർഷം നിൽക്കേണ്ടി വന്നാൽ അത്രയും നിൽക്കുന്നു. അത്രയും ഗൗരവമുള്ളതാണ് ഒരാൾ നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഹദീസ്. അതേപോലെ തന്നെ പള്ളിയിൽ വന്നാൽ തനിക്കായിട്ടൊരു പ്രത്യേക സ്ഥലം പിടിക്കരുത്. ചില ആളുകൾക്കുണ്ട്, അയാൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ, ആ സ്ഥലം അയാൾക്കുള്ളതാണ്, വേറെ ആർക്കും ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ റിസർവ് ചെയ്യൽ. പള്ളിയിൽ അതില്ല. പള്ളിയിൽ ആദ്യം വരുന്നവർക്കാണ് അതിന്റെ സ്ഥാനമുള്ളത്. ഇന്നൊരാൾക്ക് ഇന്ന സ്ഥാനം എന്നില്ല, ഇമാമിന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ എവിടെയും ആകാം. അബ്ദുറഹ്മാൻ ബിൻ ശുബൈൽ അൻസാരി എന്ന് പറയുന്ന സഹാബി പറയുന്നുണ്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സലാസ്, 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞത് അൻ നഖറത്തുൽ ഖുറാബ്, കാക്ക കൊത്തുന്നത് പോലെ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊത്തിയിട്ട് നിസ്കരിക്കുന്ന, ധൃതി കാണിക്കൽ. വഅൻ ഫിർശത്തി സബ്, വന്യമൃഗങ്ങളെ പോലെ ഇരിക്കുന്നത്. വന്യമൃഗങ്ങൾ കിടക്കുന്ന പോലെ കിടക്കുക, ഇരിക്കുക, അത് നമ്മൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. പിന്നെ പറഞ്ഞു വഅൻ യുവത്തിന റജുലു അൽ മകാന അല്ലദി യുസല്ലി ഫീഹി കമാ യുവത്തിനുൽ ബഈർ, ഒട്ടകം ഒരു സ്ഥലം സ്വീകരിക്കുന്നത് പോലെ പള്ളിയിൽ സ്ഥലം സ്വീകരിക്കുക. ഒട്ടകത്തിന് ഒരു കടക്കാനുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കും. ഒട്ടകം എവിടെയെങ്കിലും കെട്ടിയിട്ടാൽ അതിന് കിടക്കുന്ന ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് തന്നെയാണ് കിടക്കുക. അപ്പൊ അതേപോലെ നമ്മളെ ഒരു ഭാഗത്ത്, പള്ളിയിൽ ഒരു ഭാഗത്ത് വന്ന സ്ഥലം നമ്മൾ റിസർവ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുക, അതിൽ വേറെ ആരും ഇരിക്കരുത്. അങ്ങനെയുള്ള ഒന്ന് പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഹദീസിൽ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ സ്ഥലങ്ങൾ മാറി മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരലോകത്ത് നമുക്ക് സാക്ഷി പറയും.
അപ്പൊ വേറെ വേറെ സ്ഥലങ്ങൾ നിൽക്കുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് പരലോകത്ത് സാക്ഷി പറയും. എന്നും ഒരിടത്ത് തന്നെ ആണെങ്കിൽ ആ ഒരു സ്ഥലമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വരെ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. അപ്പൊ ആ സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കാവുന്നതാണ്. അതേപോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരാൾ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കരുത്. ചിലപ്പോ നമ്മള് കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുന്നതാണ്. കുട്ടികൾ ഇരിക്കേണ്ട ബാക്കിലാണ്, പക്ഷെ അവർ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ മാറ്റരുത് എന്നാണ്. കുട്ടികള് മുന്നിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചു മാറ്റാൻ പാടില്ല. കാരണം ഹദീസിൽ വന്ന ഒരു കാര്യമാണ്. പിന്നെ പറയുന്നു ലാ യുഖീമന്ന അഹദുക്കും അഖാഹു യൗമൽ ജുമുഅ സുമ്മ ലിയുഖാലിഫു ഇലാ മഖഅദിഹി ഫയഖഉദ ഫീഹി വലാകിൻ യഖൂലു ഇഫ്സഹു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന്, വെള്ളിയാഴ്ച എന്നാണ് ഹദീസിൽ വന്നത്, പൊതുവെ എല്ലാം ഉള്ള മര്യാദയാണ്, അന്ന് പ്രത്യേകിച്ച് ഒരാൾ എഴുന്നേറ്റ് അവിടെ നമ്മൾ ഇരിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞു വലാകിൻ ഇഫ്സഹു. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യാണ്, ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടാളോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരുന്നാൽ അവിടെ ഒരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം, ആളുകൾക്ക് നീങ്ങി കൊടുത്ത് സൗകര്യം ചെയ്തു കൊടുക്കണം. ഇഫ്സാഹ് പറഞ്ഞാൽ വിശാലാക്കി കൊടുക്കുക. അപ്പോ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇരിക്കുന്നവരും മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക, വരുന്നവരെന്ത് ചെയ്യരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇതാണ് ഇതിൽ അടിസ്ഥാനം. അപ്പൊ ഇത്രയും മര്യാദകളൊക്കെ ഇതിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് നാളെ വിവരിക്കാം. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.